ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി അവിടുത്തെ വേൾഡ് വൈഡിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥാപനമായ മലബാർ നാച്ചുറൽ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള അബ്ദുൽ നാസർ സാറാണ്. അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ ജീവിത അനുഭവങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുന്നേ അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. സാർ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ പഠിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് ഗണപതി ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. കോഴിക്കോട്. അപ്പൊ ഒരു കോഴിക്കോടുകാരനാണ്. ഓക്കെ. കോഴിക്കോട് തന്നെയാണ്. പക്ഷെ നമ്മുടെ കമ്പനി മാത്രമാണ് ഇവിടെ മലപ്പുറത്തോട്ട് എൻ്റർ ആവുന്നത്. അതും ഓപ്പോസിറ്റ് ടു നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയറസ്റ്റ്. യെസ്, നമ്മുടെ പാർക്കില്. അപ്പൊ സാറിന്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മകളെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ 1960 ടിമ്പർ ബിസിനസ്സിലാണ്. മുപ്പര് സീറോയിലായിരുന്നു. അതിന് മുപ്പര് സ്വന്തം പ്രയത്നം കൊണ്ട് 1960 മുപ്പര് സ്ഥാപിച്ചാണ് മാനാംകുളം ടിമ്പേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം. മാനാംകുളം ടിമ്പേഴ്സ്, അതാണ് നിങ്ങളുടെ ഒരു വീട്ടുപേര് പോലും. അതെ. ഓക്കെ. അപ്പം ആ സ്ഥാപനത്തിൽ കൂടെയാണ് ഞങ്ങൾ ജനിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ടിമ്പർ ഫീൽഡിലേക്കാണ് ജനിച്ച് വീഴുന്നത് തന്നെ. അന്ന് മുതലുള്ള അനുഭവങ്ങളാണ് ബിസിനസ്സിൽ. അപ്പം പഠിച്ചത് ഗവൺമെന്റ് ബോയ്സ് ഗണപതി ബോയ്സ് ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചത് ചാലപ്പുറത്ത്. അത് കഴിഞ്ഞ് PDക്ക് ഞാൻ സാമൂഹിക ഗുരുവായൂർ കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ പാട്ടിന് ബിസിനസ്സിലേക്ക് ഞാനൊരു 10-12 വയസ്സിൽ തന്നെ ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങിയ തന്നെ. കാരണം ഞങ്ങൾ ചെറുപ്പം മുതലേ ഇതാണല്ലോ കണ്ടു വളരുന്നത്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ. അപ്പം ചെറുപ്പം മുതൽ ഇതിലിങ്ങനെ കണ്ടും കേട്ടും വളർന്നു വന്നതാണ് ഞാനൊക്കെ. പിന്നെ ഫാദറെ കൂടുതൽ അന്ന് നിലമ്പൂരിലൊക്കെ പോയിട്ടാണ് തടി എടുക്കുക. കൂപ്പ് ഓപ്ഷനുള്ള സമയത്താണ്. മെയിൻ നിലമ്പൂരാണ് അതിന്റെ. ടിമ്പർ ബിസിനസിന്റെ ഏറ്റവും വലിയ ഹബ്ബ്, സെക്കൻഡ് ഹബ്ബായിരുന്നു അന്ന് ആ സമയത്ത് കല്ലായി. കാലഘട്ടത്തിലാണ് നല്ല ടിമ്പർ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു കാലഘട്ടത്തിലാണ്. അപ്പൊ അങ്ങനെ അവിടുന്ന് ഫാദറെ കൂടുതൽ തന്നെ എന്റെ റോൾ മോഡൽ തന്നെ എന്റെ ഫാദറാ ശരിക്കും. കാരണം ഫാദർ കൂടെ തന്നെ 10-12 വയസ്സിൽ മരത്തിന് കൂപ്പിലൊക്കെ പോകാറുണ്ട്. പിന്നെ മരം അളവിന് കുത്ത് ചെയ്താൽ പോകുന്ന പണി അങ്ങനെയൊക്കെ പോയിട്ട് ആണ് ഈ ലെവലിലേക്ക് ഇങ്ങനെ വളർന്നു വന്ന് ഞാനൊരു 1984 ഒക്കെ 83 ഒക്കെ ആകുമ്പോൾ ബിസിനസ്സിലേക്ക് ഫുൾ ടൈം എൻഗേജ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുപ്പത്തിലെ ബിസിനസ് മാത്രമാണ് ലക്ഷ്യം ഫാദറിനെ കണ്ടുപിടിച്ച ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് എന്റെ ഫാദറൊക്കെ 24 hours വർക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ ഫാദറിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ 24 hours ഫാദർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കി എന്റെ ഫാദർ. ഈ മാനാംകുളം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ബ്രാൻഡ് നെയിം ആയിട്ട് മാറ്റിയത് എന്റെ ഫാദർ അധ്വാനം ശരിക്കും. അപ്പൊ പിന്നെ ടിമ്പർ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങളിപ്പോ ഞാനൊക്കെ ഒരു 18 hours ഒക്കെ വർക്ക് ചെയ്ത ആളാണ്. 18 മണിക്കൂറൊക്കെ എന്റെ ഫാദർ 24 hours എന്ന് പറഞ്ഞു. ഞാൻ 18 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തത്. കാരണം ഞങ്ങൾ അന്ന് നിലമ്പൂരിൽ 1980 നാഷണലൈസ് ചെയ്തു. ഇവിടെ ഈ നിലമ്പൂര് കൂപ്പുകളൊക്കെ നാഷണലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് വുഡുകളൊന്നും വരാത്ത ഒരവസ്ഥ വന്നു. അപ്പൊ ഞങ്ങൾ കർണാടകത്തിലേക്ക് കയറി. പിന്നെ കുടക് എന്ന് പറഞ്ഞാൽ കുടക് ജില്ല കർണാടകത്തില് മറ്റേ വിരാജിപ്പെട്ട മടിക്കേരി അങ്ങനത്തെ ഭാഗങ്ങളിലെ പിന്നെ മരം പർച്ചേസ് ചെയ്തു. ഞാൻ രാവിലെ ഏർലി മോർണിംഗ് 5 മണിക്ക് ഇവിടുന്ന് സ്വന്തം ഡ്രൈവ് ചെയ്തിട്ട് പോയിട്ട് അവിടെ ചെന്ന് അന്നത്തെ വർക്കൊക്കെ തീർത്ത് രാത്രി 10 മണിയൊക്കെ മടങ്ങി വരും. വിട്ടേ പോരും. രാവിലെ പുലർച്ചെ 2 മണിക്ക് 3 മണിക്ക് നാട്ടിലെത്തുക. അത് കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോൾ എൻ്റെ മില്ലിലെത്തും. പിന്നെ അന്നൊരു പാഷനായിരുന്നു. കാരണം അത്രയും ഒരു കാലഘട്ടം, അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നിലയിൽ എത്തിപ്പെട്ടെന്ന് പറയാൻ പറ്റും. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ വർക്ക് ചെയ്ത് കൊണ്ടൊക്കെയാണ് ഇപ്പൊ ഈ ലെവലിലേക്ക്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നു. റിയൽ എസ്റ്റേറ്റിൽ കുറെ കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അതിന്റെ ശേഷം കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാനെന്റെ കോപതരം കൂടി ഒരു ചെരുപ്പിന്റെ ഒരു പ്യൂർ മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങിയത്. ചെരുപ്പിന്റെ മേഖലയിലോട്ട് കിടന്നു. മേഖലയിലേക്ക് വന്നു. മറ്റേ ഈസി വാക്ക് ഫുഡ് പറഞ്ഞ ചെരുപ്പിന്റെ കമ്പനിയുടെ പേര്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ PU ചെരുപ്പ്, അത് സ്റ്റൈലാന്ന ബ്രാൻഡ് നെയിം. അവിടുന്ന് കുറെ കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം എന്റെ ബ്രദറിലോ ഉണ്ട് ഓസ്ട്രേലിയയില്. അവന് അവിടെ മെൽബണിലാണ് ഉള്ളത്. ഇതിലൊരു മാനേജർ, മറ്റൊരു പാർട്ട്ണറാണ്. അവനാണ് ഇന്റർനാഷണൽ ഫുള്ള് ഇത് ചെയ്യുന്ന പുള്ളിക്കാരനാണ് അവിടെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നത്.
അപ്പോൾ അവനിങ്ങനെ അവിടെ ഈ മറ്റേ എല്ലാവിധ ഈസ്റ്റേൺ അങ്ങനത്തെ പല കമ്പനീൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് അവരവിടെ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയാം നമുക്കിങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രി ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തത് 16 സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തിരുവണ്ണൂരായിരുന്നു ഞങ്ങളൊരു ചെറിയൊരു വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അത് കുറെ കഴിഞ്ഞ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ കിൻഫ്രയിൽ വന്നിട്ട് റെന്റിനൊരു സ്ഥാപനം വാങ്ങിച്ചു. അതും കഴിഞ്ഞപ്പോൾ ഞങ്ങള് മറ്റേ ഓർഡറിനനുസരിച്ചുള്ള സാധനം സപ്ലൈ ചെയ്യാൻ അവസ്ഥ വന്നപ്പോഴാണ് ഒരു പുതിയ യൂണിറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ട് ഇപ്പം പുതിയത് സ്റ്റാർട്ട് ആയത്. അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോഴത്തെ ഇന്റർവ്യൂ. അതാണ് ഇപ്പൊ ഇന്റർവ്യൂ നടന്നിരിക്കുന്ന സ്ഥാപനമാണ്. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോവാണ്. ഇപ്പൊ ഇന്ന് നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ കൂടെ എത്തിയോ. പിന്നെ എൻ്റെ ജീവിതകാലം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ നമ്മൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഫാദർ 96 ബിസിനസ്സിലൊക്കെ വന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെയാണ് വളർന്നത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ച് ചെട്ടിപ്പടിയെന്നാണ്, പരപ്പനങ്ങാടി. എനിക്ക് 4 പെൺകുട്ടികളാണ്. എൻ്റെ വൈഫ് ഹൗസ് വൈഫാണ്. വൈഫിന്റെ പേര് നൂർസിയ. വൈഫിന്റെ സൈഡിൽ നിന്ന് എത്രമാത്രം സപ്പോർട്ടാണ്? വൈഫിന്റെ സൈഡിലുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിന്റെ കരിയറിൽ ഏറ്റവും വലിയ കടപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫാണ്. ഓക്കെ. അപ്പോൾ മാഷാല്ലാ 4 മക്കളാണ് സാറിന്. അവരുടെ പേരുകൾ എന്ത് ചെയ്യുന്നു? മൂത്ത 4 പെൺകുട്ടികളാണ് എനിക്ക്. എൻ്റെ മൂത്ത മകള് ഫാത്തിമ എന്ന പേര്. അവള് BDS കഴിഞ്ഞു. അവളിപ്പം മാരീഡ് ആയത് മറ്റേ മലപ്പുറം കെട്ടിച്ച് ഫാത്തിക്കൽ എന്ന് പറഞ്ഞ ഫാമിലിയിലേക്കാണ്. മരുമകന്റെ പേര് ഷെയ്ഖ് എന്ന പേര്. അവര് സൗദിയിൽ ജിദ്ദയിൽ ബിസിനസ്സാണ്. അവരവിടെ സെറ്റിൽ ആണ്ട് 3 കുട്ടികളുണ്ട്. മൂന്നാമത്തെ കുട്ടി ഇപ്പം ഒരു 3 മാസമായിട്ടുള്ളൂ. നാട്ടിലുണ്ട് അവര്. ഈ മന്ത് എൻഡിലിപ്പം സൗദിക്ക് തിരിച്ചു പോകും. രണ്ടാമത്തെ മകളെ പേര് ആയിഷ. അവള് MBBS കഴിഞ്ഞിട്ട് ഇപ്പൊ PGക്ക് MS ഗൈനക്കോളജിക്ക് മറ്റേ ചെന്നൈയില് ബബിത കോളേജില് പഠിച്ചുകൊണ്ടിരിക്കുക. അവളെ ഹസ്ബൻഡിന് കല്യാണം കഴിച്ച മണ്ണാർക്കാടാ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഡോക്ടർ കമ്മപ്പ എന്ന് പറഞ്ഞ അവരുടെ മകനാണ്. അവര് നബിയൽ എന്ന് പറയും എൻ്റെ ബ്രദർ, മറ്റേ സണ്ണിലോന്റെ പേര്. രണ്ടാമത്തെ അവന് PGക്ക് ജനറൽ സർജറിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. സെക്കൻഡ് ഇയർ. അത് ചെന്നൈ തന്നെ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ചെന്നൈയിൽ ഇപ്പം. ഓക്കെ. ആൻഡ് മൂന്നാമത്തെ മകളെ പേര് മറ്റേ മറിയം എന്നാ. അവൾ മെഡിസിൻ കഴിഞ്ഞു. അവൾ മാരീഡ് കഴിഞ്ഞ്. എൻ്റെ സണ്ണിലോന്റെ പേര് അഭിഷാം എന്നാണ്. കുറ്റ്യാടിയാണ് അവര്. അവനും അവളിപ്പം മറ്റേ PGക്ക് എൻട്രൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഈ 23rd PG എക്സാമിനേഷൻ വെച്ചത്. അപ്പം നെക്സ്റ്റ് ആഗസ്റ്റ് 11 നീട്ടിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. 4മത്തെ മകളെ പേര് ഖദീജ എന്ന പേര്. അവളിപ്പം മറ്റേ MBBS ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ബാംഗ്ലൂർ ഫാദർ മുള്ളേഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4മത്തെ മകള് ഇനിയിപ്പം ഈ ഒരു പഠനത്തിന് 3 കുട്ടികളെ കല്യാണം കഴിഞ്ഞു. 4മത്തെ മകളെ കല്യാണം നോക്കുന്നുണ്ട്. ഞങ്ങള് ഫാദർ മദറിനും 5 കുട്ടികളാണ്. പിന്നെ അതുപോലെ തന്നെ സാറിന്റെ സഹോദരങ്ങളുടെ പേര് പറഞ്ഞില്ല. എന്റെ ബ്രദേഴ്സ്, എനിക്കൊരു സിസ്റ്ററും 3 ബ്രദേഴ്സാണ്. മൂത്ത സിസ്റ്റർ പേര് കൈറോണീസ് ആണ്. അവർ മാരീഡായി. എൻ്റെ ബ്രദറിലോന്റെ പേര് അബ്ദുൽ നാസറിന്റെ പേരാണ്. അവർ തൊട്ടടുത്ത് തന്നെ കണ്ണഞ്ചേരി എന്ന സ്ഥലത്താണ്. അവർക്ക് 3 കുട്ടികളുണ്ട്. ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട് ഉഷാറായിട്ട്. എൻ്റെ നേരെ അനിയനാണ് പ്ലൈവുഡ് സെക്ഷനിൽ നോക്കുന്നത്, അഷ്റഫ് എന്ന് പറയും. അവന് മറ്റേ 2 ആൺകുട്ടികളുള്ളത്. അവൻ്റെ കൂടെ തന്നെ ബിസിനസ്സിലുണ്ട്. രണ്ടാമത്തെ അവനിപ്പോൾ കാനഡയിൽ ഉള്ളത്. കാനഡയിൽ പിന്നെ 3മത്തെ ബ്രദറാണ് മുഹമ്മദ് ഫൈസൽ എന്ന് പറയും. അവനും ഞാനും ടിമ്പറിൽ ഞങ്ങൾ രണ്ടാളും മാനേജ് ചെയ്യുന്നത്. ഇപ്പം പ്ലൈവുഡ് സെക്ഷനിലാണ് ഉള്ളത്. അവനും മറ്റേ 3 കുട്ടികളുണ്ട്. 2 പെൺകുട്ടികളും ഒരു മകനും. അവനും കാനഡയിൽ തന്നെ പോയതാണ്. പിന്നെ രണ്ടാമത്തെ മകളാണ് രണ്ടാമത്തെ. അവളിപ്പം PGക്ക് ചെയ്തുകൊണ്ടിരിക്കുക സൈക്കോളജി. ഒരു ചെറിയ മകൾ പഠിച്ചുകൊണ്ടിരിക്കുക 8th ലെറ്റർ പഠിക്കാൻ. പിന്നെ 4മത്തെ ബ്രദറിന്റെ പേര് അബ്ദുൽ സുക്കൂർ എന്നാ. അവന് 2 പെൺകുട്ടി, ഒരു മകനും ഒരു മകളാണ്. മൂത്ത മകൾ ഇപ്പോൾ BDS കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പാണ്. രണ്ടാമത്തെ മകന് BTECന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഫാമിലി ബിസിനസ് എപ്പോഴും ഒരുമിച്ച്. ടിമ്പറൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഫാമിലി. ഞങ്ങൾ ടിമ്പറിന്റെ പ്ലൈവുഡ് ബിസിനസ് ഉണ്ട്. മാനാംകുളം എന്റർപ്രൈസ് പ്ലൈവുഡ് ബിസിനസ് ഉണ്ട്. മാനാംകുളം ടിമ്പേഴ്സ്, പിന്നെ മാനാംകുളം സ്വാമിലി, അങ്ങനെ കുറെ മാനാംകുളം കൺസേൺ കുറെ ഇതുണ്ട്, സ്ഥാപനമുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ്. പക്ഷെ വളരെ നല്ല ഐക്യത്തോട് കൂടിയിട്ടും അതാണ് ഏറ്റവും വലിയ വിജയം. ഞങ്ങളെ ഈ കമ്പനീന്റെ ഏറ്റവും വലിയ വിജയം, ഞങ്ങളുടെ ഫേമിന്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചിട്ട് കൂട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഫ്രണ്ട്ലി എന്ന നിലക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മലബാർ നാച്ചുറൽ ഫുഡ്സിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? മീൻസ് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് സർവീസസ് ആണ് കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? ഞങ്ങളിപ്പം ചെയ്യുന്നത് ഓൺലി ഇപ്പം എക്സ്പോർട്ട് മാത്രം ഇപ്പം ചെയ്യുന്നത്. ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഓൺലി യൂറോപ്പ് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. USA, കാനഡ, ന്യൂസിലാൻഡ്,
അങ്ങനെ എല്ലാ ഭാഗങ്ങളും മിഡിൽ ഈസ്റ്റിൽ ഉള്ള സ്ഥലത്തും ഓൾ ഓവർ വേൾഡിൽ കുറേ സ്ഥലങ്ങൾ നമ്മളിപ്പം എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറവായതുകൊണ്ടാണ് കൂടുതൽ ഓർഡേഴ്സ് വന്നിട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നത്. ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഈ സൗകര്യങ്ങളൊക്കെ വന്നോണ്ടിട്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു. ഒക്കെ ഓൾ ഓവർ പുതിയ പുതിയ മെഷീനറീസ് ഇറക്കി വളരെ ഇതിലുള്ള ഒരു ആധുനിക ടെക്നോളജി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത്. ക്വാളിറ്റിക്ക് ഒരു 100% എന്ന് പറയാം, അല്ല 100% 110% എന്ന് നൽകാൻ ഞാൻ എൻ്റെ ലേബേഴ്സിനോട് എപ്പോൾ മാനേജേഴ്സിന് പറയാം. ക്വാളിറ്റിയിൽ 1% പാടില്ല, തൂക്കത്തിലും വരുത്താൻ പാടില്ല. കാരണം ഒരു കിലോ കൂടുതലായാലും കുഴപ്പമില്ല, അത് കുറയാൻ പാടില്ല. സത്യം. പിന്നെന്താ വെച്ചാൽ ഞങ്ങളിപ്പം ഞാൻ ടിമ്പർ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഞാൻ ചെരുപ്പിന്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഫുഡിന്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ്, പിന്നെ റിയൽ എസ്റ്റേറ്റ് വേറെ കുറെ വേറെ. ഇപ്പൊ ടിമ്പർ ബിസിനസ്സിൽ നിങ്ങളിപ്പോ എൻ്റെ അടുത്തൊരു ഒരു വുഡ് കായിക്കൊണ്ടേ അത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ നഷ്ടം വരുന്നുള്ളൂ, നിങ്ങളെ മണിയല്ലേ പോകുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളെ ശരീരത്തിന് പറ്റുന്നില്ലല്ലോ, പറ്റുമോ? ഇല്ല. ചെരുപ്പ് വാങ്ങിക്കൊണ്ടായാല് അതേമാതിരി അതല്ലേ വരുള്ളൂ. ഫുഡ് കൊടുക്കുമ്പോൾ 2 എഫക്റ്റ് വരും. ഒന്ന് നിങ്ങളെ മണി ലോസ് വരും, അതുപോലെ നിങ്ങളെ ശാരീരികമായിട്ട് വിഷമങ്ങൾ വരും. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് 100% അതിന് മുന്നോട്ടായിക്കൊണ്ട് ക്വാളിറ്റിക്ക് എപ്പോഴും ഞങ്ങൾ ഒന്നും വെച്ചുകൊണ്ട് ചെയ്ത് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ റിജക്ട് ചെയ്ത് ഇങ്ങോട്ട് ഒഴിവാക്കി പിന്നെ കൊണ്ടിടുക എന്നല്ലാതെ അതൊന്നും കയറ്റാൻ പാടില്ല. ക്വാളിറ്റി വളരെ അതിന് പ്രത്യേക ലാബ് കാര്യങ്ങൾ ഇവിടെ എല്ലാ സജ്ജീകരണവും ഉണ്ട്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഇവിടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാബ് കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് 100% ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രം ആ സാധനം കയറ്റി അയക്കാൻ പാടുന്ന മാനേജ്മെന്റ് സ്ട്രിക്ട്ലി ഓർഡറാണ്. അതല്ല ഞങ്ങള് കൊടുക്കുന്നത്. ഞങ്ങളിപ്പം ബിസിനസ് ചെയ്യുമ്പോൾ മണി വരും, വേറെ വിഷയം. അതിന്റെ പുറമെ നമുക്കൊരു എത്തിക്സ് വേണമല്ലോ എല്ലാ കാര്യങ്ങൾക്കും. സത്യസന്ധതയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരാനുള്ള പൈസ നിലനിർത്തിക്കൊണ്ട് പോകണം, എന്നാലേ വിജയിക്കുള്ളൂ. അല്ലാതെ നമ്മള് കാര്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാവില്ല. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് അതിൻ്റെതായ അനുഭവങ്ങൾ നമുക്ക് കിട്ടും ചെയ്യും. ഇതുവരെ നമുക്ക് ഒരു വിഷമങ്ങൾ ഇതുവരെ ദൈവാനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എന്താന്ന് എങ്ങനെ അത് ആയി കിട്ടാന്ന് തോന്നണ്ടായിരുന്നു. ഒരു വിഷമമില്ലാതെ ഇന്നലെ അല്ലെങ്കിൽ എത്തിക്കിട്ടി. തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ നമ്മുടെ അമേരിക്കയിലുള്ള പാർട്ട്ണർ ബ്രദറിൻലോ ആളുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് എത്രമാത്രം? അവര് മെൽബണിലാണ്, ഓസ്ട്രേലിയ മെൽബണിലാണ്. അവരാണ് കുറെ കാലം അവന് പോയിട്ട് അവന് വളരെ സപ്പോർട്ട്. അവനാണ് ഇപ്പൊ ഇന്റർനാഷണൽ അവിടെയൊക്കെ ഫുള്ളായിട്ട് മാനേജ് ചെയ്യുന്ന അവനാണ്. ഫുള്ളി സപ്ലൈസ് എല്ലാം ആണ് മാനേജ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഫുള്ളായിട്ട്. അവിടേക്ക് അവര് മെൽബണിൽ അവിടെയൊക്കെ ചെയ്യുന്ന അവൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അവന് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഉഷാറായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ ആളുടെ ബ്രദറും സാറിന്റെ കൂടെ ഇവിടെ ഒരു സപ്പോർട്ട് ബ്രദറിലുണ്ട്, ഇസാക്ക് എന്ന് പറയും. എന്നെ സഹായിക്കുന്ന ഫുൾ ടൈം എന്റെ എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടുന്നതും എന്റെ ഫുൾ ഓളിനായിട്ട് എന്റെ കൂടെ ഉള്ളത് ഇസാക്കിന്റെ മൂത്ത ബ്രദറാണ്. പിന്നെ അതേപോലെ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ടല്ലോ ഇവിടെ. എന്റെ ബ്രദറിലോന്റെ ഉമ്മന്റെ അനിയത്തിന്റെ ഭർത്താവുണ്ട്, നാസർ എന്ന് പറയും. ഞങ്ങളെ അച്ചാറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഇവിടെ കാര്യങ്ങൾ ഉഷാറായിട്ട് പോകും. ഒരുമിച്ച് പോകുന്നതിനുള്ളതിന്റെ ഒരു വ്യത്യാസം വേറെ തന്നെ. കൂട്ടായിട്ട് പോകുമ്പോൾ അതിന് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകും. സത്യം. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പോകുന്നവരല്ലേ, നമ്മളിപ്പോ എല്ലാവരും ഒരു സ്നേഹത്തോട് കൂടിയിട്ടും സന്തോഷത്തോടും ഒരുമിച്ച് പോകുമ്പോൾ ഞങ്ങളിപ്പോ ഒന്നും വരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ആരും പോകുമ്പോ ആരും ഒന്നും കൊണ്ടുപോകില്ല അല്ലേ. പിന്നെ കുറഞ്ഞ കാലഘട്ടം ഇവിടെ ജീവിക്കുന്നുണ്ട്. മറ്റുള്ളവർക്കും ഉപകാരമാവരുത്. നമ്മളിപ്പോ ഒരാൾക്ക് ഉപദ്രവം ചെയ്തിട്ടില്ലെങ്കിൽ ഉപകാരം ചെയ്തിട്ട് നിനക്ക് ഉപദ്രവം ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാവർക്കും സ്റ്റാൻഡ് കൊടുക്കുക, അതുപോലെ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ബാക്കിയാവുള്ളൂ. തീർച്ചയായിട്ടും. കാര്യം അവരുടെയൊക്കെ പ്രാർത്ഥനകളായിരിക്കും, നമ്മള് നല്ല ചെയ്ത ആൾക്കാരുടെ പ്രാർത്ഥനകൾ മാത്രമാണ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും സാറിന്റെ ഫാദർ ആണെങ്കിലും സാറിന്റെ ഈ ഒരു ഹോൾ ഫാമിലി ആണെങ്കിലും എന്നേക്ക് ഈ ഒരു സക്സസിലോട്ട് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് 110% ഉറപ്പുണ്ട്. കാര്യം സാറിന്റെ കൂടെ നിൽക്കുന്ന ഫാമിലീസ്, അതായത് സ്റ്റാഫുകൾ, അവരെയും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ പല നല്ല കാര്യങ്ങൾ അല്ലാണ്ടും ചെയ്യുന്നുണ്ട്. ഇതിന്റെ സാക്ഷിയാണ് ഈ ഒരു ഗ്രോത്ത് പോലും. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ സാറിന് അറിയാം, എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ഒരു ഉയർച്ച ഉണ്ടാവും, ഒരു താഴ്ച ഉണ്ടാവും. സാറിന്റെ ലൈഫിൽ അങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായി. അപ്പൊ സാർ അതിനൊക്കെ എങ്ങനെയാ നേരിട്ടെ? ബിസിനസ്സിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ട് വരുന്ന ചില കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ചില പീരീഡ്സിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് കുറയും, ഓർഡർ കുറയും, ചിലപ്പോൾ നല്ല നമുക്ക് എടുക്കാൻ പറ്റാത്ത ഓർഡറുകൾ ഉണ്ടാവും. അത് സ്വാഭാവികം ഉണ്ടാവും. അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഇതിന്റെ ബിസിനസിന്റെ ഒരു മനസ്സിലാക്കിക്കൊണ്ട് അത് അതിനനുസരിച്ച് നമ്മൾ നിൽക്കുക. കാരണം ആരും വരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മളതിന് ബേജാറായിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെന്തിനാ ബേജാറാണ്? അല്ല എന്റെ തീരെ അത്ര. കാരണം നമ്മൾ അതിനൊന്നും ടെൻഷൻ എടുത്തിട്ട് ബേജാറായിട്ട് കാര്യമില്ല. ഇതിൽ നമുക്ക് വരും പോവൊക്കെ ചെയ്യും. പക്ഷെ അതിന് നമ്മളെന്താ വെച്ചാൽ ആ ഒരു ലെവലില് നമ്മള് ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മള്
അതിനോട് കൂടി തളരല്ലേ? തളരാതെ യോജിച്ചു നമ്മളെ പോയിട്ടുണ്ടെങ്കിൽ കൊണ്ട് ഇടാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് വിജയം ഉണ്ടാവും. പക്ഷെ എല്ലാത്തിനും ഇപ്പൊ എന്റെ ഫാദർ എപ്പോഴും പറയും, ഒരു കയറ്റം വന്നാൽ ഒരു ഇറക്കം ഉണ്ടാവും എന്ന് പറയും. അത് ഏത് കാലഘട്ടത്തിലും വരുന്ന തീർച്ചയായിട്ടും അത് ഉണ്ടാവുന്നില്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട വിഷയമല്ലല്ലോ. തീർച്ചയായിട്ടും സത്യം. അതിനോട് നമ്മൾ യോജിച്ചുകൊണ്ട് അതെന്താന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് പരാജയം ഉണ്ടാവില്ല. അതിൽ നമ്മൾ വരിയിടാകുമ്പോഴുള്ള പരാജയം വരുന്നുള്ളൂ. ഒരുപാട് ബിസിനസ് ആരംഭിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് ഒരു ജോലിക്ക് വന്ന് മുന്നേറ്റം എന്ന ലക്ഷ്യബോധത്തോടു കൂടി നടക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സാറിന്റെ ഇത്രയും വർഷത്തെ ലൈഫിൽ നിന്ന് സാറിന് എന്ത് മെസ്സേജാണ് പാസ് ചെയ്യാനുള്ളത്? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ എന്ന് പറഞ്ഞ ജനറേഷൻ ഇതെന്ന് പറഞ്ഞാല് അവരിപ്പോ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മേഖലയിലൊക്കെ ടിമ്പർ മേഖലയിലൊക്കെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്നെന്ന് ഈ ന്യൂ ജനറേഷൻ ആളുകൾ വന്നു കഴിഞ്ഞാല് അവർക്കൊരു സാധനത്തിന്റെ കോസ്റ്റ് ഓഫ് റേറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതെന്ത് വിലക്ക് ഇപ്പൊ ഒരു 10 റുപ്യ കിട്ടുന്ന സാധനങ്ങള് നമുക്ക് എന്ത് വിലക്ക് വെക്കണം, അതിനെന്തൊക്കെ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് കാര്യങ്ങൾ കൂട്ടി കഴിഞ്ഞിട്ട് അതിൽ മാർജിൻ വെച്ചിട്ട് സെയിൽ ചെയ്യുന്ന സിസ്റ്റം അവരെ സംബന്ധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് കുറെ ഐഡിയകൾ ഉണ്ട് കേട്ടോ. അവർക്ക് ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി വെച്ചിട്ട് കുറെ കാര്യങ്ങൾ അവർക്കുണ്ട്. പക്ഷെ അവർക്ക് പെട്ടെന്ന് എക്സിക്യൂട്ടീവ് പെട്ടെന്ന് എന്തെങ്കിലും ആയി കിട്ടുന്ന ചിന്താഗതിയാണ്. കോഴിക്കോട് സംബന്ധിച്ച് ഇപ്പം കുറെ പല എല്ലാ ആളുകളും ഇപ്പൊ എല്ലാ ബിസിനസ്സിൽ ടോപ്പ് ലെവൽ നിൽക്കുന്ന എല്ലാ ആളുകളും സീറോ എന്ന് വന്ന ആളുകളായിരിക്കും. തീർച്ചയായിട്ടും അവര് എത്രയോ കാലം ചിലപ്പോ അവർ ചെയ്തിട്ട് 1, 2, 3 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ടാവും. ഒറ്റ പരാജയപ്പെട്ടിട്ട് പിന്നെ അവിടുന്ന് രണ്ടാമത് അവർ പിന്നെയും ഉയർത്തി എഴുന്നേറ്റിട്ട് എത്രയോ ഇതിലെത്തിയ ആളുകൾ ഇഷ്ടംപോലെ പറയാനുണ്ടോ. തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും തിരക്കേറിയ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു എന്താ പറയാ ഈ ഒരു സമയം അനുവദിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാർ ആഗ്രഹിച്ച പോലെ തന്നെ സാറിന് വരുന്ന ഫ്യൂച്ചർ വിഷനും ഫ്യൂച്ചർ വെഞ്ചേഴ്സിനും എല്ലാത്തിനും പഠിച്ച തമ്പുരാൻ നല്ലൊരു അനുഗ്രഹം തന്നെ നേരിട്ടെ. പിന്നെ അതേപോലെ തന്നെ സാറിന്റെ ഈ ഒരു മലബാർ ഈ ഒരു ബ്രാൻഡ് ഇപ്പം നിലവിൽ ഇപ്പോൾ ഓൾ ഓവർ ദി വേൾഡ് വൈഡ് ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. പക്ഷെ എന്നാലും ഉള്ളതിൽ തന്നെ ടോപ്പ് നമ്പർ 1 ബ്രാൻഡായി മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. എന്നാലും ഇത്രയും ടൈം മാസ്റ്റർ വിഷനും ജീവൻ TV ചാനലിന് വേണ്ടിയിട്ട് ഈ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. സോ താങ്ക് യു സോ മച്ച്.